തുടർച്ചയായ തോൽവികൾക്കൊടുവിൽ ഒരു മനുഷ്യന് എത്രത്തോളം ഭാവനാലോകത്ത് ജീവിക്കാൻ കഴിയും? കഥകളിലെ ജാലവിദ്യക്കാരെ പോലെ തോൽക്കാൻ പോകുന്ന കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ചതി, അട്ടിമറി, മോഷ്ടിക്കൽ എന്നീ വാക്കുകൾ എറിഞ്ഞു കൊടുക്കുന്ന ആ വിദ്യ പ്രവാചക തുല്യമായ ഒന്നാണോ, അതോ അങ്ങേയറ്റത്തെ രാഷ്ട്രീയ കോമഡിയാണോ? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പുതിയ കണ്ടുപിടുത്തവുമായി വന്നിരിക്കുകയാണ്. വോട്ട് ചോരി കണ്ടു, സർക്കാർ ചോരിയും കണ്ടു. ഇതാ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് രാഹുൽ എഴുതി ചേർക്കുന്ന, പപ്പുമോൻ എഴുതി ചേർക്കുന്ന പുതിയ ചാപ്റ്റർ വന്നിരിക്കുകയാണ്. സീറ്റ് ചോരി. മീനാക്ഷി നടരാജൻ എന്ന സ്വന്തം സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം തള്ളിയപ്പോൾ അതിനു പിന്നിൽ ഇലക്ഷൻ കമ്മീഷനും BJPയും ചേർന്നുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് പോലും. കളി തുടങ്ങും മുമ്പേ ഫലം നിശ്ചയിക്കുന്ന ആ അദൃശ്യ ശക്തി ഏതാണ്? ഒരേ സമയം സുപ്രീം കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ പക്വതയാർന്ന നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? സ്വന്തം വീട്ടിലെ ചോർച്ചയടയ്ക്കാൻ വക്കീലന്മാരില്ലാത്തവരാണോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പഠിപ്പിക്കാൻ വരുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന, കാണികളെ ചിരിപ്പിച്ച് കൊല്ലുന്ന, മണ്ണ് തപ്പിക്കുന്ന ആ രാജ്യസഭാ നാടകത്തിന്റെ അണിയറ കഥകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. നമുക്ക് ആദ്യം മധ്യപ്രദേശിലെ ആ കണ്ണീർ കഥയിൽ നിന്നു തന്നെ തുടങ്ങാം. ഒട്ടും വൈകിക്കേണ്ട. കോൺഗ്രസ് വളരെ ആഗ്രഹിച്ച് ഒരുപാട് വിയർപ്പൊഴുക്കി രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ നിർത്തിയ നേതാവാണ് മീനാക്ഷി നടരാജൻ. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തോന്നും, ഭൂമി മലയാളത്തിൽ മീനാക്ഷി നടരാജനെ പോലെ ഇത്രയും പാവം, ഇത്രയും സത്യസന്ധയായ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറ്റൊരു സ്ഥാനാർത്ഥി വേറെയില്ല എന്ന്. അവർക്കെതിരെ കേസുകളില്ല, എല്ലാ രേഖകളും കൃത്യമാണ്. എന്നിട്ടും ക്രൂരനായി ഇലക്ഷൻ കമ്മീഷൻ ആ പത്രിക ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അങ്ങ് തള്ളിക്കളഞ്ഞു. കഷ്ടം. ഇതിലും വലിയൊരു ക്രൂരത ഈ ലോകത്ത് വേറെ നടക്കാനുണ്ടോ? പക്ഷേ പപ്പു, ഒരു ചെറിയ കാര്യമുണ്ട്. ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നത് ഒരു കോൺഗ്രസ് പാർട്ടി ഓഫീസല്ല, ഇന്ദിരാഭവനല്ല. തോന്നിയതുപോലെ റൂളുകൾ മാറ്റാൻ അതിനൊരു നിയമപുസ്തകമുണ്ട്. BJP ഉന്നയിച്ച ആക്ഷേപം തികച്ചും നിസ്സാരമാണ്. ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൽ ഒരു നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ തെറ്റായി നൽകുന്നതോ അല്ലെങ്കിൽ വിവരങ്ങൾ ഒളിച്ചു വെക്കുന്നതോ നിസ്സാരമായ കാര്യമാണെന്ന് രാഹുൽ ഗാന്ധിയെ ഏത് വക്കീലാണ് പഠിപ്പിച്ചത്? നിങ്ങൾ ഏത് നിയമപുസ്തകത്തിൽ നിന്നാണത് മനസ്സിലാക്കിയത്? അതാണ് ഇപ്പോൾ രാജ്യം ഒട്ടുക്കെ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രി എന്ന പദവിയിൽ ഇരുന്ന് രാജ്യത്തെ നിയമങ്ങളെല്ലാം തൻ്റെ വിരൽത്തുമ്പിലാണെന്നൊരു ചെറിയ തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം, തെറ്റ് പറയാൻ പറ്റില്ല. പത്രികയിൽ എന്ത് വേണമെങ്കിലും എഴുതാം. അതൊക്കെ കണ്ണും പൂട്ടി ഒപ്പിട്ട് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അല്ലല്ലോ. നിയമം അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ അതിനെ സീറ്റ് ചോരി എന്ന് വിളിച്ച് കരയുന്നത് കാണുമ്പോൾ ശരിക്കും സഹതാപം തോന്നുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ ന്യായീകരണം എന്താണെന്ന് അറിയാമോ? ജാർഖണ്ഡിലെ പരിമൾ നത്വാനി എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കഥയാണ്. BJP പിന്തുണയോടെ മത്സരിക്കുന്ന പരിമൾ നത്വാനി തൻ്റെ പത്രികയിൽ സ്വന്തം പേര് പോലും തെറ്റിച്ചെഴുതി. എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് തിരുത്താൻ സമയം കൊടുത്തു. എന്തൊരു അനീതി, എന്ത് വലിയ വിവേചനം! കേൾക്കുമ്പോൾ ആർക്കും തോന്നും ഇലക്ഷൻ കമ്മീഷൻ വലിയ തെറ്റുകാരനാണെന്ന്. പക്ഷേ ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന ബുദ്ധിരാക്ഷസനായ രാഷ്ട്രീയക്കാരൻ്റെ അജ്ഞത പുറത്തു വരുന്നത്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് നിയമത്തിലെ സെക്ഷൻ 36 ഓഫ് ദി പ്രസന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 എന്താണെന്ന് രാഹുൽ ഗാന്ധി എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ നിയമപ്രകാരം പത്രികയിലെ ചെറിയ ക്ലറിക്കൽ തെറ്റുകൾ, അതായത് പേരിലെ അക്ഷരത്തെറ്റ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്നിവയൊക്കെ തിരുത്താൻ സ്ഥാനാർത്ഥിക്ക് അവസരം നൽകാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. കാരണം പേരിലെ തെറ്റ് ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെ ബാധിക്കുന്ന ഒന്നല്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ, പിന്നീട് ഡൗട്ട് പറഞ്ഞിട്ട് പപ്പു കാര്യമില്ല. എന്നാൽ മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജന്റെ പത്രികയിൽ സംഭവിച്ചത് പേരിലെ അക്ഷരത്തെറ്റല്ല. അവിടെ സുപ്രധാനമായ പല വിവരങ്ങളും, സാമ്പത്തിക നിയമപരമായ വസ്തുതകളും ബോധപൂർവം മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. പേരിലെ തെറ്റും വിവരങ്ങൾ ഒളിച്ചു വെക്കുന്നതും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ രാഷ്ട്രീയ വിവേകത്തിന് മുന്നിൽ നമ്മൾ കൈയടിക്കുകയല്ലാതെ വേറെ എന്താണ് ചെയ്യുക? വെറുതെയാണോ ഭാവി പ്രധാനമന്ത്രിയെ ഇരിക്കുന്നത്? ഒരു സ്കൂൾ കുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന ഈ ചെറിയ വ്യത്യാസം മനസ്സിലാകാത്ത ആളാണ് നാളെ ഇന്ത്യ ഭരിക്കാൻ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥ ഓർത്ത് കഷ്ടം തോന്നുന്നത്. ഇതിനിടയിലാണ് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി കോൺഗ്രസ് ക്യാമ്പിലേക്ക് വലിയൊരു ബോംബ് എറിഞ്ഞത്.
ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഓടിയ രാഹുൽ ഗാന്ധിയോട് ഭണ്ഡാരി ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ്. കോൺഗ്രസ് ആദ്യം തങ്ങളുടെ പാർട്ടിക്കുള്ളിലിരുന്ന് പാര വയ്ക്കുന്ന ആ കടുംവെട്ടുകാരനെ കണ്ടെത്തൂ. BJP ചുരണ്ടി പുറത്തിട്ട ആ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ? മീനാക്ഷി നടരാജന്റെ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ ഉണ്ടെന്ന കാര്യം BJPക്ക് ചോർത്തി കൊടുത്തത് മറ്റാരുമല്ല, കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന തെലങ്കാനയിലെ ചില പ്രമുഖ നേതാക്കളാണ് എന്ന്. അതായത് സ്വന്തം പാളയത്തിൽ നിന്നാണ് ഈ വെട്ട് ലഭിച്ചത്. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര കലഹം കാരണം സ്ഥാനാർത്ഥിയുടെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നു. സ്വന്തം ലീഗൽ സെല്ലിന്റെ പത്രിക കൃത്യമായി പൂരിപ്പിക്കാൻ അറിയുന്നില്ല. എന്നിട്ട് ഒടുവിൽ നാണം കെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറ്റം മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തലയിൽ കെട്ടിവെക്കുന്ന ഈ ഒരു ശൈലി, ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ മുടിഞ്ഞു പോകുന്നത്. എന്തൊരു മനോഹരമായ ആസൂത്രണം. ഭണ്ഡാരി ഇതിനായി ഉയർത്തിക്കാട്ടിയത് 2013 ജസ്റ്റിസ് P സദാശിവം അധ്യക്ഷനായ 3-അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ ചരിത്രപ്രധാനമായ വിധിയാണ്. ആ വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ ബോധപൂർവം മറച്ചു വെക്കുന്നത് പത്രിക തള്ളാനുള്ള കൃത്യമായ നിയമപരമായ കാരണമാണ് എന്ന്. കോൺഗ്രസ് P ചിദംബരത്തെയും കപിൽ സിബലിനെയും പോലെയുള്ള മുതിർന്ന സുപ്രീം കോടതി വക്കീലന്മാർ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഈ അടിസ്ഥാന നിയമം പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ലാതെ പോയത് കഷ്ടം തന്നെയാണ്, കോൺഗ്രസിന്റെ കഷ്ടകാലം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പാപ്പുമോൻ ഭാവി പ്രധാനമന്ത്രിയിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ലഭിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.